പ്രഗ്നൻസിയിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. ഏർലി പ്രഗ്നൻസി തുടങ്ങി ലാസ്റ്റ് ട്രൈമസ്റ്റർ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എപ്പോൾ വേണമെങ്കിലും വരാം. അതിൻ്റെ മെയിൻ റീസൺസ് ഒന്ന് ഹോർമോണൽ ചേഞ്ചസ്, പിന്നെ അബ്ഡോമിനൽ പ്രഷർ, അതായത് ബേബിക്ക് വെയിറ്റ് വയ്ക്കുമ്പോഴും നമുക്ക് പ്രഷർ കാരണം കോൺസ്റ്റിപ്പേഷൻ വരാം. അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് വാട്ടർ ഇൻടേക്ക് നല്ലോണം എടുക്കുക. അതിപ്പോൾ വെള്ളമായിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഇപ്പോൾ വോമിറ്റിംഗ് ഉള്ളവർക്കൊക്കെ ഡീഹൈഡ്രേഷൻ പോലെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വെള്ളമായിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്നെങ്കിൽ കോക്കനട്ട് വാട്ടറോ ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ ജ്യൂസസോ ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലോണം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും. കോൺസ്റ്റിപ്പേഷൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന 2 സിംറ്റംസ് ആണ് ഗ്യാസ്ട്രൈറ്റിസും അതുപോലെ തന്നെ ബ്ലോട്ടിങ്ങും. ബ്ലോട്ടിങ് നമുക്ക് എങ്ങനെ ഈസിലി ഹോംലി എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. അതായത് ഹോം റെമഡീസ് പോലെ ഒന്ന് ജിഞ്ചർ, അതുപോലെ തന്നെ പെരിഞ്ജീരകം, ബട്ടർ മിൽക്ക്, കുക്കുംബർ. ഇതാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന, അതായത് ബ്ലോട്ടിങ് കുറയ്ക്കാൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ. രാത്രിത്തെ ഭക്ഷണം മാക്സിമം നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രിത്തെ ഡിന്നറും നമ്മുടെ സ്ലീപ്പിംഗ് ടൈം തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു 2.5 hours ഡിഫറൻസ് എങ്കിലും വേണം. പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക. വാക്കിംഗ് എല്ലാ മീൽസ് കഴിഞ്ഞിട്ട് ഒരു 20 minutes അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 minutes എങ്കിലും നടക്കാനും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഹെൽത്തി ടിപ്സിനായിട്ട് ഈ കാണുന്ന പേജ് ഫോളോ ചെയ്യുക. ഡോക്ടർ കൺസൾട്ടേഷനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.